പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമൻ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് കൃഷ്. അതുകൊണ്ട് തന്നെ ഈ ചതി എല്ലാവരുടെയും മുൻപിലേക്ക് കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൃഷ്. ഒടുവിൽ കൃഷ് ബലരാമനെ ചെന്ന് കാണുന്നു. അപ്പോഴും ബലരാമൻ തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃഷിന്റെ കമ്പനിയുമായി ഒത്ത് മുന്നോട്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിൽ വെറുതെ ഒരു മത്സരം എന്തിനാണ്? എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചു പോയിക്കൂടെ കൃഷ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ബലരാമന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി അറിയാവുന്ന കൃഷ് ബലരാമനോട്, നീ ഇവിടെ കിടന്ന് അഭിനയിക്കുന്നത് മനസ്സിലാകില്ല എന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടത് ബലരാമന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നുവെങ്കിലും ബലരാമൻ അതൊന്നും മൈൻഡാക്കാതെ തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃഷ്ണനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് അഭിനയിക്കുന്നത്? ഞാനിങ്ങനെ അഭിനയിച്ചത് കൊണ്ട് എന്ത് ഉപകാരമാണ് എനിക്ക് ഉണ്ടാവുക? കൃഷ് തന്നെ പറയൂ. ഇത് കേൾക്കുന്ന കൃഷ്, എടാ മതിയടാ, നീ ഇവിടേക്ക് വന്നത് ഞങ്ങളോട് പകപോകാൻ തന്നെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. നീ വെറുതെ ആക്ട് ചെയ്ത് വലിയവനാകാനൊന്നും ശ്രമിക്കേണ്ടതില്ല. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിന്റെ മനസ്സിൽ എന്തുകൊണ്ട് ആ ഒരു ഇമേജ് വെച്ചാണ് എന്നെ ഇപ്പോൾ കൃഷ് ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ കൃഷ്, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഒരിക്കലും നിങ്ങൾക്ക് എതിരെയല്ല. ഞാൻ നിങ്ങളെയൊക്കെ കണ്ടാണ് വളർന്നത്. സാഗറിൻ്റെ ഓരോ ബിസിനസ്സും എനിക്ക് വളരെയധികം ഉത്തേജനം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇത് കേൾക്കുന്ന കൃഷ് പുച്ഛത്തോടെ നോക്കുകയാണ്. എന്നാൽ ബലരാമനാകട്ടെ തൻ്റെ നാടകത്തിൽ പുതിയൊരു ട്വിസ്റ്റ് കൂടി കൊണ്ടുവരികയാണ്. കൃഷേ, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ നിന്റെ അമ്മയെ രക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് അത്രയധികം ആരാധനയുള്ള ഒരാളാണ് ഞാൻ. എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സത്യസന്ധതയെ നിങ്ങൾ വെറുതെ ചോദ്യം ചെയ്യരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അത്രയധികം നിങ്ങളെ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. എനിക്ക് മറ്റ് ഉദ്ദേശമൊന്നുമില്ല എന്നുള്ള കാര്യം കൃഷ് സത്യമായും തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇത് കേൾക്കുന്ന കൃഷ് പൊട്ടിച്ചിരിക്കുകയാണ്. എടാ, നീ ഇത് സിനിമയിൽ അഭിനയിക്കുകയാണ് എങ്കിൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. സ്റ്റേറ്റും നാഷണൽ അവാർഡുകളും വാരിക്കൂട്ടാൻ നിനക്ക് സാധിക്കും. പക്ഷേ നിന്റെ ആക്ടിംഗ് ഒന്നും എൻ്റെ മുന്നിൽ ചിലവാവുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ആക്ട് ചെയ്ത് പറ്റിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നതിനായി തയ്യാറാവുകയാണ് ബലരാമൻ. അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു അല്ലേടാ? അതെ, നിന്റെ ചതികളെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും നീ ഞങ്ങളുടെ മുമ്പിലുള്ള ഈ ആക്ടിങ് നിർത്തുന്നതാണ് നല്ലത്. ഓ, അപ്പോ അങ്ങനെ ഞാൻ ആക്ടിങ് ചെയ്യുക തന്നെ ചെയ്യും. സാഗറിനെയും ബാക്കിയുള്ളവരെയും എൻ്റെ അഭിനയത്തിൽ വീഴ്ത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയെല്ലാം വിശ്വാസം ഞാൻ പിടിച്ചുപറ്റി. ഇനി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പിനെ ചതിക്കും. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കെണിയിൽ വീഴുക തന്നെ ചെയ്യും.
അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. ഇത് കേൾക്കുന്ന ക്രിഷ്, നിന്നെ നേരിടാൻ ഞാൻ തന്നെ ധാരാളം. അതിൽ കൂടുതൽ ആളുകളുടെ ആവശ്യമൊന്നും എനിക്ക് വേണം എന്ന് തോന്നിയിട്ടുമില്ല. സോ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തിനാണ് നിന്റെ ഈ നാടകം? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നാടകം കളിക്കുന്നത്? എനിക്ക് അത് അറിയണം. ഇത് കേൾക്കുന്ന ബലരാമനാകട്ടെ, നിനക്ക് അറിയണമല്ലേ, നിന്റെ കുടുംബം എൻ്റെ കുടുംബത്തോട് എന്താണ് ചെയ്തത് എന്ന് നിനക്ക് അറിയാമോ? പണ്ട് നിന്റെ അച്ഛനേക്കാൾ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു എൻ്റെ അച്ഛൻ ബാലു. പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാരണം പുറത്തിറങ്ങാൻ പോലും ആകാതെ ഒരു ചതിയൻ എന്ന പേരിൽ എല്ലാവരുടെയും മുൻപിൽ മുദ്രകുത്തിപ്പോയ ആ മനുഷ്യൻ ജീവിതം മുഴുവൻ ഇപ്പോൾ തള്ളി നീക്കുന്നത് വീൽ ചെയറിലാണ്. അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ വളർന്നത്. അതിനെല്ലാം കാരണം സാഗറും കുടുംബവും തന്നെ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഒരാളെ പോലും വെറുതെ വിടുകയില്ല. അതുതന്നെയാണ് എൻ്റെ തീരുമാനം. നീയും അതിനുള്ളിൽ പെടും. നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇത് കേൾക്കുന്ന ക്രിഷ് ഒന്ന് ഞെട്ടുന്നുവെങ്കിലും ഇതേ തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനായി എന്തും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എൻ്റെ കുടുംബം എനിക്ക് പ്രിയപ്പെട്ടതാണ്. നിനക്ക് നിന്റെ കുടുംബം പ്രിയപ്പെട്ടതുപോലെ. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടേണ്ടതായി വന്നാൽ അതിനും ഞാൻ മടിക്കുകയില്ല. കൈക്കരുത്തെങ്കിൽ കൈക്കരുത്ത്. ഇത് കേൾക്കുന്ന ബലരാമൻ, എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും നിനക്ക് സാധിക്കുകയില്ല. അന്ന് നമ്മുടെ എയർപോർട്ടിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയും എൻ്റെ ആൾബലം നീ ഉദ്ദേശിക്കുന്നതിലും കൂടുതലാണ് എന്ന് പറയുകയും ചെയ്ത് എന്തായാലും ഇനി നേരിട്ട് ഏറ്റുമുട്ടാമെന്ന് വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ബലരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.